ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോ ഐ. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്കോഡ സ്ലാവിയ 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. 115 PHP പവറും ഒപ്പം 178 Nm ടോർക്ക് വരുന്നുണ്ട്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ആയിരിക്കും നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത്. ഇത് സ്കോഡയുടെ പ്രീമിയം കളർ ആയിട്ടുള്ള ലാവാ ബ്ലൂ ആണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ലാവിയയുടെ ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ്. അതായത് നല്ല ഷാർപ്പ് ലൈൻസോട് കൂടി വന്നിട്ട് 6 ഹെക്സഗണൽ ഗ്രില്ല് നമുക്ക് വരുന്നുണ്ട്. സോ ആ ഹെക്സഗണൽ ഗ്രില്ലും ഈ ഒരു ഷാർപ്പ് ലൈൻസും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് റോഡിൽ തോന്നും വണ്ടി. അതായത് കൂടുതൽ റോഡ് പ്രസൻസ് തരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് വരുന്നത്. ഒപ്പം സ്കോഡയുടെ വിൻഡ് ആരോ എംബ്ലം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കംഫർട്ട് ആൻഡ് വിഷൻ ആണ്. ക്രിസ്റ്റലൈൻ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് നമ്മൾ സ്ലാവിയ 1 ലിറ്റർ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജിന് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്റ്റലൈൻ ഹെഡ്ലാംപ്സ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹെഡ്ലാംപ്സ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ 12 ഷോട്ട്സ് ആയിട്ടായിരിക്കും ഇതിന്റെ ലൈറ്റ്സ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ കൂടുതൽ നമുക്ക് വിഷൻ ക്ലിയർ ആകും, മോർ പവർഫുൾ ആയിരിക്കും. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്കോഡയുടെ ബാഡ്ജിങ്ങോട് കൂടി ഒരു ഫെൻഡർ ഗാർണിഷ് വരുന്നുണ്ട്. ഒപ്പം നമുക്ക് 16 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ്സ് ആയിരിക്കും വരിക. കൂടാണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ DRLോട് കൂടിയിട്ടുള്ള ഓട്ടോ ഫോൾഡിങ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് ആയിരിക്കും നമുക്ക് വരിക. അതോടൊപ്പം തന്നെ നമുക്കൊരു വിൻഡോസിൽ വരുന്ന സമയത്ത് ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിലാണെന്നുണ്ടെങ്കിലും ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 45 ലിറ്റേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് C ടൈപ്പ് ടെയിൽ ലാമ്പ് ആയിരിക്കും വരിക. ഒപ്പം സ്കോഡ ബാഡ്ജിനോട് കൂടിയാണ് വരുന്നത്. കൂടാണ്ട് നമുക്ക് ഡീഫോഗർ ആൻഡ് നമുക്ക് ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ ആൻഡ് പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കോഡ ബാഡ്ജിങ് ആയിരിക്കും നമ്മൾ റിയറിൽ കൊടുത്തിട്ടുണ്ടാവുക. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മുടെ ബൂട്ട് സ്പേസ്. സെഗ്മെന്റ് ബേസിൽ തന്നെ 525 ലിറ്റേഴ്സ് ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. കൂടാണ്ട് ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് കൂടിയാണ് വരുന്നത്. വളരെ ആംപിൾ ആയിട്ടുള്ള ലെഗ് റൂമും അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റൂമും വരുന്നുണ്ട്. കൂടാണ്ട് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വിത്ത് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. തൈ സപ്പോർട്ട് കൂടുതലുള്ള സീറ്റിംഗ് ആയിരിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള സ്റ്റിച്ചിങ് വരുന്നതായിരിക്കും. റിയർ AC വെന്റ് വിത്ത് 2 ഫാസ്റ്റ് ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ തന്നെ 4 പവർ വിൻഡോസ് കൺട്രോൾസ് ചെയ്യാനുള്ള സ്വിച്ചസും ഒപ്പം 1 ടച്ച് ഡ്രൈവർ സൈഡ് പവർ വിൻഡോയും ആയിരിക്കും വരുന്നത്. ഹെഡ് ലാംപ്സ് വരുമ്പോൾ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് വൺസ് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിരിക്കും നമ്മുടെ സ്റ്റിയറിംഗ് വീൽസ് വരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റിന്റെ ക്ലസ്റ്ററിന്റെയും കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ ആയിരിക്കും വരുന്നത്. കൂടാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പാഡൽ ഷിഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രൂയിസ് കൺട്രോളും നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻസിനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വൈപ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും വരിക. ആൻഡ് ഇനി നമ്മുടെ കോർപ്പിറ്റിലോട്ട് പോകുന്ന സമയത്ത്, നമ്മുടെ ക്ലസ്റ്ററിൽ പോകുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്സിൽ ക്ലസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ്ങും സ്പീഡോമീറ്ററും മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കും. 10-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആയിരിക്കും വരിക. സോ ഇതിൽ തന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനും നാവിഗേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ വെഹിക്കിളിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഈ ഇൻഫോർടൈൻമെന്റിൽ ഉണ്ടാകും. നമുക്ക് എക്സാക്ട് ഫോൺ ഇതിലോട്ട് മിറർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇനി നമുക്ക് താഴത്തോട്ട് വരുന്ന സമയത്ത് AC വെന്റ്സ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓട്ടോ ക്ലൈമട്രോണിക് AC വിത്ത് എയർ കെയർ ഫംഗ്ഷൻ ആയിരിക്കും വരിക. അതായത് ഈ എയർ കെയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളിലുള്ള എല്ലാ ബാക്ടീരിയാസിനെയും സക്ക് ചെയ്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആ AC വർക്ക് ആവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. കൂടാണ്ട് തന്നെ നമുക്ക് ലോക്ക് ബട്ടൺ വരുന്നത് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഗിയർ നോബിനോട് ചേർന്ന് തന്നെ ആയിരിക്കും നമ്മുടെ 4 ഡോസിൻ്റെയും ഫ്യൂൽ ടാങ്കിൻ്റെയും ലോക്ക് ബട്ടൺ കാര്യങ്ങൾ വരിക. അപ്പം നമുക്കൊരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. കൂടാണ്ട് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ ഉണ്ടാകും. ആൻഡ് നമുക്കിനി ഗിയറിൻ്റെ നോബിലോട്ട് ചെല്ലുന്ന സമയത്തേക്ക് നമുക്ക് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് സ്പോർട്സ്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡും സ്പോർട്സ് മോഡും വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്കിനി പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മാനുവലി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനും വരുന്നുണ്ട്. 1 ടച്ച് ഇലക്ട്രിക്കൽ സൺറൂഫ് കാര്യങ്ങളായിരിക്കും വരിക.
പിയാനോ ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഡാഷ്ബോർഡ് ആൻഡ് ആംബിയൻ ലൈറ്റിനിങ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഡോർസ്, നോബ്സ് എല്ലാത്തിലും നമുക്ക് ആംബിയൻ ലൈറ്റിനിങ് കാര്യങ്ങൾ ഉണ്ടാകും. കൂൾഡ് ഗ്ലോ ബോക്സ് ആയിരിക്കും വരിക. ബീവറേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ടേം ട്രാവലിങ്ങിൽ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഗ്രിപ്പുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് ആയിരിക്കും നമുക്ക് വരിക. മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ടിക്കറ്റ് ഹോൾഡർ. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്തോ പാർക്കിംഗ് ബേയിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമുക്ക് സിംപ്ലി അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്കോഡ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ള വെഹിക്കിളാണ് അഡൽട്ട് ആൻഡ് ചൈൽഡ് സേഫ്റ്റിയിൽ. കൂടാണ്ട് തന്നെ നമുക്ക് 40-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിരിക്കും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ വേരിയൻസിലും വരുന്നത്. ഒപ്പം നമ്മുടെ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 16,43,000 രൂപയായിരിക്കും. അപ് ടു 1 lakh വരെയുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. Okay, thanks for watching Auto Eye. Please subscribe the channel and like the video. Thank you.